നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആത്മചൈതന്യത്തിന്റെ നിറവിൽ 30 രാപ്പകലുകൾക്കൊടുവിൽ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന നിസ്കാരത്തിൽ പങ്കെടുത്തത് നിരവധി പേർ. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നത് അനിശ്ചിതത്വത്തിൽ. മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നയപരമായ തീരുമാനം എടുത്തിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും തിരിച്ചടിയായി. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് വളർത്തുനായ്ക്കളെ ഉപേക്ഷിക്കുന്നത് പതിവാകുന്നു. ഭീതിയും ദുരിതവും വിട്ടൊഴിയാതെ നാട്ടുകാരും കച്ചവടക്കാരും തീർത്ഥാടകരും. നായ്ക്കളെ ഉപേക്ഷിക്കുന്നവരെ കണ്ടെത്താൻ സ്ക്വാഡ് രൂപീകരിച്ച് നാട്ടുകാർ രംഗത്ത്. നാഗരാജാവിന്റെ ഇരപിടുത്തം ആശ്ചര്യജനകം. പറശ്ശിനിക്കടവ് പാമ്പു വളർത്ത് കേന്ദ്രത്തിൽ രാജവെമ്പാലയുടെ ഇരപിടുത്തം കാണാൻ എത്തിയത് നൂറുകണക്കിന് ആളുകൾ. വിശദമായ വാർത്തകളിലേക്ക്. ആത്മചൈതന്യത്തിന്റെ നിറവിൽ 30 രാപ്പകലുകൾക്കൊടുവിൽ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന നമസ്കാരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പുണ്യ റംസാൻ യാത്ര പറഞ്ഞിരിക്കുന്നു. മുലപ്പാലിന്റെ കൊതിതീരാത്ത കുഞ്ഞിളം ഹൃദയത്തിന്റെ നൊമ്പരം പോലെ റംസാന്റെ അസ്തമാന ശോഭയിൽ വിശ്വാസി ലോകം വിതുമ്പുകയാണ്. പാപലോകത്തെ കറുത്ത കറകൾ കഴുകിക്കളഞ്ഞ് നിർമ്മല ഹൃദയരായി നന്മയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. വിശുദ്ധ റംസാനിൽ മനസ്സും ശരീരവും ദൈവത്തിങ്കൽ അർപ്പിച്ച് രാത്രിയും പകലും അന്നപാനീയങ്ങൾ വെടിഞ്ഞ് സർവ്വതും സൃഷ്ടാവിൽ സമർപ്പിച്ച് നന്മയുടെ മാത്രം ലോകത്തായിരുന്നു എല്ലാവരും. അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ഉള്ളതിനനുസരിച്ച് സമൂഹ നന്മയ്ക്കായി ചെലവഴിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. സഹജീവികളോട് സഹാനുഭൂതിയോടെ പെരുമാറുന്നവരാണ് യഥാർത്ഥ ഭക്തർ. അവരുടെ പെരുമാറ്റത്തിൽ മയമുണ്ടാകും. ഇടപെടലുകളിൽ കുലീനതയുണ്ടാകും. വിട്ടുവീഴ്ച ചെയ്യാനും ക്ഷമിക്കാനുമുള്ള മാനസിക വിശാലതയാണ് വിജയമെന്ന് പ്രവാചകൻ ഉദ്ഘോഷിക്കുന്നു. ഭക്തർക്ക് മാത്രമേ വിജയവുമുള്ളൂ. 30 നാൾ നീണ്ട ആത്മസംസ്കരണത്തിന്റെ വിശുദ്ധ രാവുകൾക്ക് വിട നൽകി സർവ്വതും സൃഷ്ടാവിൽ അർപ്പിച്ച് പ്രാർത്ഥനയിൽ മുഴുകുന്ന വിശ്വാസി തങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയവരുടെ ഖബറിടം സന്ദർശിച്ച് ആത്മവിശുദ്ധിക്കായി പ്രാർത്ഥിക്കുന്നു. പെരുന്നാൾ ദിനത്തിലും നന്മയിൽ നിറഞ്ഞ പ്രവൃത്തികളിൽ മാത്രം മുഴുകി സൃഷ്ടാവാണ് വലിയവൻ എന്ന ചിന്തയിൽ വീണ്ടും തക്ബീറുകളാൽ ധന്യമാക്കി ഭവനങ്ങളും പള്ളികളും അടുത്ത വർഷത്തെ വ്രതശുദ്ധിയുടെ നാളുകൾക്കായി അതിന്റെ പുണ്യത്തിനായി കാതോർത്തുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റംസാന് വിടചൊല്ലുകയാണ് വിശ്വാസികൾ. ഇനി ഈദ് മാത്രം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ന്യൂസ് ഡെസ്ക്. നാടെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. മഴയായതിനാൽ ഈദ്ഗാഹുകൾ മിക്കയിടങ്ങളിലും ഒഴിവാക്കിയിരുന്നു. എങ്ങും പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. കണ്ണൂരിൽ വിവിധ പള്ളികളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. കണ്ണൂർ യൂണിറ്റി സെന്റർ, കാമ്പസാർ പള്ളി, സിറ്റി ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിൽ നമസ്കാരങ്ങളിൽ പ്രമുഖർ പങ്കെടുത്തു. നമസ്കാരത്തിന് ശേഷം പെരുന്നാൾ ആശംസകൾ കൈമാറി. മുണ്ടേരി മായിൻമുക്ക് ആർ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് അബ്ദുൽ സമദ് ദാരിമി നേതൃത്വം നൽകി. കാഞ്ഞിരോട് അൽഹുദ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് പി ഷമീം നേതൃത്വം നൽകി. നടുവിൽ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹൽ ഹത്തീബ് സക്രിയ ദാരിമി നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം സീൽ ന്യൂസ്. പുണ്യം ചുരിഞ്ഞ 30 നാളുകൾക്ക് വിടയായപ്പോൾ ചെറിയ പെരുന്നാൾ ആഘോഷം. ദാനം മഹത്താണ്, അന്നദാനം പ്രത്യേകിച്ചും. ചെറിയ പെരുന്നാൾ ദിനത്തിൽ നാടെങ്ങും ബിരിയാണി കിറ്റുകൾ വിതരണം ചെയ്തു. കണ്ണൂരിൽ SIO ബിരിയാണി കിറ്റ് വിതരണം ചെയ്തു. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് വിതരണം തുടങ്ങിയത്. തെരുവിലുള്ളവർക്കൊപ്പം ഈദ് കൂടുക ആശയം മുൻനിർത്തിയാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. SIO ജില്ലാ ജനറൽ സെക്രട്ടറി മുഹസിൻ ഇരിക്കൂറിന്റെ നേതൃത്വത്തിലായിരുന്നു കിറ്റ് വിതരണം. എല്ലാ ആളുകൾക്കും, പാവപ്പെട്ട ദരിദ്രരായ ആളുകൾക്ക് അവർക്ക് കൈത്താങ്ങാവാനുള്ള സഹനത്തിനെയും
ക്ഷമയുടെ മാസമായിരുന്നു എന്നതാണ്. ഈ റമദാനിലൂടെ നാം കൈവരിച്ച ആ ഒരു ഊർജം പാവപ്പെട്ടവർക്ക് അത്താണിയാവാൻ, പാവപ്പെട്ടവർക്ക് കൃത്യമായ രീതിയിൽ അവർക്ക് ഇവരെ സംരക്ഷിക്കാൻ, എഴുത്താനാവാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള പ്രോഗ്രാമുകൾ സയ്യോ കണ്ണൂർ ജില്ല ആവിഷ്കരിച്ചിട്ടുള്ളത്. ജില്ലാ ക്യാമ്പസ് സെക്രട്ടറി ഫാസിൽ, കണ്ണൂർ ഏരിയ പ്രസിഡന്റ് അലി മൻസൂർ, ഇഷാം ഖാലിദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കിറ്റ് വിതരണം. സീൽ ന്യൂസ്, കണ്ണൂർ. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നത് അനിശ്ചിതത്വത്തിലായതോടെ ജനങ്ങളുടെ പ്രതീക്ഷകൾ വീണ്ടും അസ്ഥാനത്താകുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ അവസാന കാലത്ത് മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അതുണ്ടായില്ല. എന്നാൽ LDF സർക്കാരും ഇക്കാര്യത്തിൽ മുഖം തിരിച്ചു നിൽക്കുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. 2014 ഫെബ്രുവരിയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാൻ UDF മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. ആ വർഷം ഏപ്രിലിൽ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിലും മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി പലതവണ പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനവും നടത്തി. എന്നാൽ ഒടുവിൽ ഹഡ്കോയുടെ വായ്പാ കുടിശ്ശിക ഉൾപ്പെടെയുള്ള 800 കോടിയോളം രൂപയുടെ ബാധ്യത ചൂണ്ടിക്കാട്ടി ഏറ്റെടുക്കാതിരിക്കുകയായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി പരിയാരം പ്രക്ഷോഭ സമിതി കൺവീനർ ഡോക്ടർ D. സുരേന്ദ്രനാഥ് സമർപ്പിച്ച ഹർജിയെ തുടർന്ന് ഹൈക്കോടതി സർക്കാരിനോട് നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നയപരമായ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലെന്നും വലിയ സാമ്പത്തിക ബാധ്യതകൾ വരുമെന്നതിനാൽ ഏറ്റെടുക്കൽ എളുപ്പമല്ലെന്നുമാണ് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിലൂടെ ഇടത് സർക്കാർ പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കില്ലെന്ന സൂചനയാണ് നിലവിലുള്ളതും. സഹകരണ മേഖലയിലുള്ള മെഡിക്കൽ കോളേജിന്റെ ഭരണം നിലവിൽ CPM-നാണ്. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുകയോ സ്വയംഭരണ സ്ഥാപനമാക്കി മാറ്റുകയോ വേണമെന്ന നിർദ്ദേശത്തിന്മേൽ ധനകാര്യ നിയമവകുപ്പുകൾ പരിശോധന നടത്തി നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അവരുടെ റിപ്പോർട്ടിൽ സാമ്പത്തികവും നിയമപരവുമായ തടസ്സങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും വിദഗ്ധ പരിശോധനകൾ ഇക്കാര്യത്തിൽ ഇനിയും നടത്തേണ്ടതുണ്ടെന്നും സർക്കാർ കോടതിയെ രേഖാമൂലം അറിയിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്ന കാര്യം അനിശ്ചിതത്വത്തിലായതോടെ ജനങ്ങളുടെ പ്രതീക്ഷകൾ വീണ്ടും അസ്ഥാനത്താകുകയാണ്. LDF സർക്കാരും ഇക്കാര്യത്തിൽ മുഖം തിരിച്ചു നിൽക്കുന്നത് ഏറെ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നതും. സർക്കാർ കോടതിയിൽ നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിന് വിരുദ്ധമായ നിലപാടിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പരിയാരം പ്രക്ഷോഭ സമിതിയുടെയും തീരുമാനം. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. കണ്ണൂർ സിറ്റി മൈതാനപ്പള്ളി പ്രദേശങ്ങളിൽ കടൽക്ഷോഭം കാരണം ജനജീവിതം ഓരോ ദിവസവും ദുസ്സഹമാവുകയാണ്. രാത്രി വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. ഉറക്കമില്ലാതെ കഴിയുകയാണ് 300ഓളം കുടുംബങ്ങൾ. വേലിയിറക്കത്തിൽ കടൽ ശാന്തമായിരിക്കുമെങ്കിലും വേലിയേറ്റ സമയം എല്ലാം ഭീതിജനകമാണ്. കടൽ വെള്ളം വീടുകളിലേക്ക് കയറുകയാണ്. വീടുകൾക്ക് ക്ഷതം പറ്റിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റിട്ട് വീടുകൾ മുഴുവനും കടൽ വെള്ളത്തിൽ നിന്നും സംരക്ഷിച്ചിരിക്കുകയാണ്. വെക്കാൻ വേണ്ടിട്ട് അതുവരെ വെള്ളത്തിന്റെ 4 ഭാഗത്തു നിന്നുള്ള വെള്ളം ഈ എവിടെയാ പോകണ്ടെന്ന് വരെ നമുക്ക് അറിഞ്ഞിട്ടില്ല. അത്ര വിഷമത്തിലാണ്. കൊല്ലം തോറും ഇങ്ങനെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഓരോ ആൾക്കാരും പറഞ്ഞിട്ട് പോകാന്നല്ലാഞ്ഞിട്ട് നമുക്കിതുവരെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. ആയിക്കര തുറമുഖ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാവാൻ കാരണം. കടൽ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രയോജനവുമില്ലാത്ത സ്ഥിതിയാണ്. ഭിത്തി പലയിടത്തും തകർന്നിട്ടുണ്ട്. പുലിമുട്ട് നിർമ്മിച്ചാൽ മാത്രമേ സ്ഥിതി മാറൂ എന്നും നാട്ടുകാർ പറഞ്ഞു. ഇപ്പൊ നിങ്ങളെ ചാനലുകാര് നമ്മളെ പ്രദേശത്തെ എല്ലാ കാര്യങ്ങളും കണ്ടല്ലോ. നമ്മളെ ചെറുപ്പകാലത്ത് തന്നെ ഇവിടുന്ന് 4-5 ടീം കളിച്ചൊരു കടപ്പുറാണിത്. ഇപ്പോൾ സീവാൾവും കടലുമായിട്ട് യാതൊരു ഇതുമില്ല. സീവാൾവിൻ്റെ മുകളിൽ തന്നെയാണ് കടലുള്ളത്. നിലവിൽ ഇവിടെ നിൽക്കുന്നവർക്ക് വളരെ പ്രയാസം. ഇത്രയും പ്രയാസം കൂടാനുള്ള ഈ ഹാർബറിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം അന്ന് തന്നെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മൈതാനപ്പള്ളി തയ്യൽ പ്രദേശത്തുള്ള അനേകായിരം മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് താമസിക്കാൻ സാധിക്കില്ല. ഉറക്കം നഷ്ടപ്പെട്ടാണ് ഇവിടെ കുടുംബങ്ങൾ കഴിയുന്നത്. സീൽ ന്യൂസ്, കണ്ണൂർ. പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഭിത്തി ഇടിഞ്ഞു. കനത്ത മഴയിലാണ് ഭിത്തി ഇടിഞ്ഞു വീണത്. പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കൽഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. കനത്ത മഴയ്ക്കിടയിലാണ് ഭിത്തി 15 മീറ്ററോളം നീളത്തിൽ തകർന്നു വീണത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഭിത്തി തകരാൻ കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. പാപ്പിനിശ്ശേരിയിലെ ജനങ്ങളുടെ വളരെ കാലത്തെ ആവശ്യമാണ് പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം നീട്ടാൻകൂട്ടൽ. വർഷങ്ങൾക്ക് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം ഇതിന്റെ പണി തുടങ്ങിയത്. ഏതാണ്ട് 8 മാസമായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി.
ഈ മഴക്കാലത്ത് നിർമ്മിച്ച ഈ ചുറ്റുമതിൽ കംപ്ലീറ്റ് തകർന്നു വീണിരിക്കുക. ഓട്ടം വഹിക്കാൻ വേണ്ടി റെയിൽവേയിലെ ഉദ്യോഗസ്ഥന്മാരോ മറ്റോ മേൽനോട്ടം ആരും തന്നെ ഉണ്ടായില്ല. കോണ്ടക്ടർമാരുടെ അശ്രദ്ധാപരമായ നിർമ്മാണ പ്രവർത്തനമാണ് ഈ വീഴാനുണ്ടായ സാഹചര്യം. റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ ഭിത്തി മുൻവർഷങ്ങളിലും മറ്റും ഇടിഞ്ഞിരുന്നു. ഭിത്തി പതിവായി തകർന്നിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സീൽ ന്യൂസ്, ധർമ്മശാല. കാലവർഷം തുടങ്ങിയതോടെ മത്സ്യത്തൊഴിലാളികൾക്കും ദുരിതകാലമാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മൺസൂൺ വറുതിയുടെ കാലമാണ്. കാലവർഷം തുടങ്ങിയതോടെ മത്സ്യമേഖലയിൽ ട്രോളിംഗ് നിരോധനത്തിന്റെ കാലമാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് തങ്ങളുടെ കുഞ്ഞുതോണിയും കിട്ടുന്ന മത്സ്യവും കൊണ്ട് ഉപജീവനം എന്നതാണ് ഇനിയുള്ള നാളുകളിൽ. കടൽ പ്രക്ഷുബ്ധമായതിനാൽ പുഴയിലാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്നത്. പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചൂണ്ടയിട്ട് മത്സ്യബന്ധനം നടത്തുന്നവർക്കും കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ്. സർക്കാരിന്റെ സൗജന്യ റേഷനും മറ്റും ഇവർക്ക് ലഭിക്കുമെങ്കിലും തങ്ങളുടെ ജീവിതം പുഴയിലും കടലിലും അർപ്പിച്ചവരാണ് ഇവരിൽ ഏറെയും. സീൽ ന്യൂസ്, ധർമ്മശാല. ശ്രീകണ്ഠാപുരം ടൗണിൽ പ്രവർത്തിച്ചിരുന്ന ഇരിക്കൂർ ബ്ലോക്ക് വനിതാ സഹകരണ സംഘം സൊസൈറ്റി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീകണ്ഠാപുരം CS നഗറിലെ കുന്നുംപുറത്ത് നാഗലോലിൽ മേരി ജോണിനെയാണ് SI PB സജീവും സംഘവും അറസ്റ്റ് ചെയ്തത്. പയ്യാവൂരിൽ അക്ഷയകേന്ദ്രം നടത്തിപ്പുകാരി കൂടിയായ മേരി ജോണിനെ രാവിലെ 11 മണിയോടെയാണ് അക്ഷയ കേന്ദ്രത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. 15 വർഷം മുൻപ് ആരംഭിച്ച സൊസൈറ്റിയിൽ 200-ലേറെ ഇടപാടുകാർക്കായി 1 കോടി രൂപയോളമാണ് നഷ്ടപ്പെട്ടത്. ചിട്ടി ലഭിച്ചിട്ടും പണം ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കാതെയുമായതോടെയാണ് ഇടപാടുകാർ കോടതിയെയും പോലീസിനെയും സമീപിച്ചത്. തളിപ്പറമ്പ് കോടതി നിർദ്ദേശപ്രകാരം 25ഓളം കേസുകളാണ് സൊസൈറ്റിക്കെതിരെ ശ്രീകണ്ഠാപുരം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പണം നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും ശ്രീകണ്ഠാപുരം ടൗണിലെ വ്യാപാരികളാണ്. പണം നഷ്ടപ്പെട്ടവർ സൊസൈറ്റി ഓഫീസിലെത്തി ബഹളം വച്ചതിനെ തുടർന്ന് 3 മാസം മുൻപ് സൊസൈറ്റി ഓഫീസ് അടച്ചുപൂട്ടുകയായിരുന്നു. പ്രതിയെ തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. ദിനവും ആയിരങ്ങളെത്തുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് വളർത്തുനായ്ക്കളെ ഉപേക്ഷിക്കുന്നത് പതിവാകുന്നു. ഇതുമൂലം ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാരും കച്ചവടക്കാരുമെല്ലാം. ഇതിനെതിരെ സ്ക്വാഡ് രൂപീകരിച്ച് രംഗത്തെത്തിക്കഴിഞ്ഞു നാട്ടുകാർ. ദിനവും ആയിരങ്ങളെത്തുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്ര പരിസരത്ത് നിരവധി നായ്ക്കളാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. മുത്തപ്പന്റെ ഇഷ്ടമൃഗമെന്ന നിലയിൽ നായ്ക്കളെ ഇവിടെ ആരും ഉപദ്രവിക്കാറില്ല. എന്നാൽ പുതിയൊരു രീതി ഉടലെടുക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. വളർത്തു നായ്ക്കളെ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഉപേക്ഷിക്കുന്നു. നല്ല പ്രായത്തിൽ വീടിന് കാവിൽ നിന്ന് എല്ലാവർക്കും സുരക്ഷ ഒരുക്കിയ നായ്ക്കൾക്ക് പ്രായമായാലോ രോഗം വന്നാലോ ഇവിടെ ഉപേക്ഷിക്കുകയാണ് പലരും. ഇതിനെതിരെ നാട്ടുകാരും കച്ചവടക്കാരും രംഗത്തെത്തി കഴിഞ്ഞു. ക്ഷേത്ര പരിസരത്ത് നായ്ക്കളെ കൊണ്ടുതള്ളുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി സ്ക്വാഡ് രൂപീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ കുട്ടിപ്രായത്തിൽ നായിൻ്റെ ഓമനത്തം കണ്ട് വീട്ടിൽ പോറ്റും. എല്ലാവരും 20,000, 30,000, 7,000 കുട്ടീനെ വാങ്ങിച്ച് പോറ്റും. അപ്പോൾ അതിന് രോഗം വരുമ്പോൾ, പ്രായാധിക്യം വരുമ്പോൾ, അതിന് ശല്യമായി ഇരിക്കുമ്പോൾ കൊണ്ടുപോയിട്ട് പറശ്ശിനിയിൽ ഇളക്കിയ ശാപമില്ല എന്നാണ് അവരുടെ വിചാരം. അതുകൊണ്ട് ഇവിടെ കൊണ്ടേ ഇളക്കുന്നുണ്ട്. ഏറ്റവും വലിയ ശാപമാണ് ഈ പറശ്ശിനിയിൽ പോറ്റിയ നായിനെ കൊണ്ടേ ഇളക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപദ്രവം മാത്രമേ ഉള്ളൂ. ഒരുപാട് വരുന്ന ഭക്തജനങ്ങളെ നായി പേടിപ്പിച്ചും കടിച്ചും ഉപദ്രവിക്കുന്നുമുണ്ട്. അത് ചെയ്യാതിരിക്കുക ദയവ് ചെയ്തിട്ട്. അതിനുവേണ്ടി ഇവിടെ കച്ചവട സംഘവും അമ്പലവും പാർട്ടിയും CPM പാർട്ടിയും സ്ക്വാഡാക്കിയിട്ടുണ്ട്. കൊണ്ടേ ഇളക്കുന്നവരെ പിടിച്ച് നിയമപരമായി കിട്ടേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാണ്. ഉപേക്ഷിച്ച നായ്ക്കൾ തങ്ങളുടെ യജമാനനെ തിരഞ്ഞു നടക്കുന്ന കാഴ്ച ഏവരിലും സങ്കടവും ഉളവാക്കുന്നതാണ്. വാഹനത്തിൽ കൊണ്ടുവരുന്ന നായ്ക്കളെ റോഡരികിലോ മറ്റോ തള്ളി ഉടമകൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. നായ്ക്കളുടെ ആധിക്യം കാരണം ഇവിടെയെത്തുന്ന തീർത്ഥാടകരും ഏറെ ബുദ്ധിമുട്ടിലാണ്. പ്രശ്നത്തിനെതിരെ നാട്ടുകാർ ഒറ്റക്കെട്ടായി തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. ശ്രീകണ്ഠാപുരം കൂട്ടുമുഖം CHCയിൽ കിടത്തി ചികിത്സ തുടങ്ങാത്തത് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നു. കിടത്തി ചികിത്സ തുടങ്ങാൻ വൈകുന്നത് ഡോക്ടർമാരുടെ അഭാവമെന്ന് അധികൃതർ. മലയോര മേഖലയിൽ ഒട്ടേറെ പേരാണ് പനിക്കും മറ്റു പല രോഗങ്ങൾക്കും ചികിത്സ തേടി കൂട്ടുമുഖം CHCയിൽ എത്തുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതാണ് കൂട്ടുമുഖം CHC. ശ്രീകണ്ഠാപുരം നഗരസഭ, എരുവേശി, പയ്യാവൂർ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ ജനങ്ങൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ആശുപത്രിയാണ് കൂട്ടുമുഖം സാമൂഹികാരോഗ്യ കേന്ദ്രം.
ആവശ്യത്തിന് സ്റ്റാഫും കെട്ടിടവും മരുന്നുകളും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന OPയും ഉണ്ടെങ്കിലും കിടത്തി ചികിത്സാ സൗകര്യം ഇവിടെയില്ല. ഇത് ജനങ്ങളെ കുറച്ചൊന്നുമല്ല ദുരിതത്തിലാഴ്ത്തുന്നത്. മഴ കനത്തതോടെ ഓരോ ദിവസവും ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണവും കൂടുകയാണ്. 5 ഡോക്ടർമാരുണ്ടെങ്കിൽ മാത്രമേ കിടത്തി ചികിത്സ തുടങ്ങാൻ കഴിയൂ. എന്നാൽ ഇപ്പോൾ ഇവിടെയുള്ളത് 3 ഡോക്ടർമാരാണ്. വരുന്ന ഡോക്ടർമാർ തുടരുന്നില്ല എന്നതും പ്രശ്നമാണ്. ഇതും ഇവിടെ കിടത്തി ചികിത്സ തുടങ്ങാൻ തടസ്സമുണ്ടാക്കുന്നു. എത്രയും വേഗം ഇവിടെ കിടത്തി ചികിത്സ തുടങ്ങാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികൃതർ കൈക്കൊള്ളണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. കൃഷി ഓഫീസറുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങി 7 മാസം കഴിഞ്ഞിട്ടും ഓഫീസറെ നിയമിക്കാൻ നടപടിയില്ല. നടുവിൽ ആലക്കോട് കൃഷിഭവനുകളിലാണ് സ്ഥിരം കൃഷി ഓഫീസർ ഇല്ലാത്തതുമൂലം കർഷകർ ദുരിതം അനുഭവിക്കുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം താൽക്കാലിക നിയമനമെങ്കിലും നടത്തണമെന്ന ആവശ്യം ശക്തം. നടുവിൽ കൃഷിഭവനിലെ ഓഫീസർ 7 മാസം മുൻപ് സ്ഥലം മാറി പോവുകയാണ് ചെയ്തത്. ഇതിനുശേഷം കരാർ അടിസ്ഥാനത്തിൽ ആളെ നിയമിച്ചുവെങ്കിലും 2 ദിവസം മാത്രമാണ് ഇയാൾ ജോലിക്കെത്തിയത്. കൊല്ലം സ്വദേശിയായ ഇദ്ദേഹം രാജിക്കത്ത് നൽകിയിട്ടും പുതിയ ആളെ നിയമിക്കാൻ ഇതുവരെ വകുപ്പ് തയ്യാറായിട്ടില്ല. ഉദയഗിരി കൃഷി ഓഫീസർക്ക് ചാർജ് നൽകുകയാണ് ചെയ്തത്. ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഇദ്ദേഹത്തിന് നടുവിലിൽ എത്താൻ കഴിയുന്നത്. ജോലിഭാരത്താൽ ചാർജുള്ള ഈ ഉദ്യോഗസ്ഥൻ ഏറെ ദുരിതവും അനുഭവിക്കുകയാണ്. ആലക്കോട് കൃഷിഭവനിലെ ഓഫീസർ റിട്ടയർ ചെയ്തു പോയതിനു ശേഷം പുതിയ നിയമനം നടത്തിയിട്ടില്ല. ചപ്പാരപ്പടവ് കൃഷി ഓഫീസർക്കാണ് ഇവിടെ ചാർജ്. കൃഷി ഓഫീസർമാരുടെ ലിസ്റ്റ് നിലവിൽ PSCയുടെ കൈവശമില്ല. ഇക്കഴിഞ്ഞ മാർച്ച് 3-നാണ് ഇതിന്റെ പരീക്ഷ കഴിഞ്ഞത്. നടപടി പൂർത്തിയാക്കി ഇതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെങ്കിൽ മാസങ്ങളെടുക്കും. അതേസമയം ഓഫീസർ നിയമനത്തിന് യോഗ്യതയുള്ള നിരവധി പേർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നുണ്ട്. ഇവരിൽ നിന്ന് താൽക്കാലിക നിയമനം നടത്തിയാൽ തന്നെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. സീൽ ന്യൂസ്, നടുവിൽ. തളിപ്പറമ്പ് നഗരസഭയിൽ മുഴുവൻ വീടുകളിലും മാലിന്യ സംസ്കരണത്തിനായി റിംഗ് കമ്പോസ്റ്റുകൾ നൽകുന്നു. 2ാം ഘട്ട വിതരണത്തിന് 8-ാം തീയതി ആരംഭമാവും. 1000 എണ്ണമാണ് നൽകുന്നത്. തളിപ്പറമ്പ് നഗരസഭയുടെ തീരാശാപമാണ് മാലിന്യം. നഗരപരിധിയിലെ പല വീട്ടുകാരും ഇന്നും മാലിന്യം തള്ളുന്നത് റോഡരികിലും ഓവുചാലിലും ഒക്കെയാണ്. ചിലർ വാഹനത്തിൽ കൊണ്ടുവന്ന് പുഴയിലും തോട്ടിലും വരെ നിക്ഷേപിക്കുന്നു. ഇതിന് താൽക്കാലികമായെങ്കിലും പരിഹാരം കണ്ടെത്താനാണ് തളിപ്പറമ്പ് നഗരസഭ ഉറവിട മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുന്നത്. വീടുകളിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ആദ്യഘട്ടത്തിൽ 1000 റിംഗ് കമ്പോസ്റ്റുകൾ വിതരണം ചെയ്തു. 2ാം ഘട്ട വിതരണം 8-ന് നടക്കും. 1000 റിംഗ് കമ്പോസ്റ്റുകൾ കൂടി വീണ്ടും വിതരണം ചെയ്യുമെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ വത്സല പ്രഭാകരൻ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ എല്ലാ വീടുകളിലും റിംഗ് കമ്പോസ്റ്റ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ വർഷം 1000 എണ്ണം ഇറക്കി 1000 വീടുകളിൽ സപ്ലൈ ചെയ്തു. വളരെ നല്ല ഒരു സംവിധാനമാണ് എല്ലാവരുടെ അഭിപ്രായം. അതുപ്രകാരം ഇത്തവണ 2000 അപേക്ഷകൾ സ്വീകരിച്ചു. 2000 അപേക്ഷയിൽ 1000 റിംഗ് കമ്പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ 8-ാം തീയതി രാവിലെ വിതരണം ചെയ്യും. 2500 രൂപ വില വരുന്ന റിംഗ് കമ്പോസ്റ്റ് ഉപകരണങ്ങൾ ഉപഭോക്തൃ വിഹിതമായി 250 രൂപ വാങ്ങിയാണ് വിതരണം ചെയ്യുക. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പിലാത്തറ പാപ്പിനിശ്ശേരി KSTP അന്താരാഷ്ട്ര റോഡ് തകർന്നു. മണ്ടൂരിലാണ് റോഡിൽ വിള്ളൽ വീണത്. തകർന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ റോഡ് പൂർണ്ണമായും തകരാൻ കാരണമാകും. KSTP റോഡിൽ മിക്ക സ്ഥലങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയതായും അപകടങ്ങൾ വർദ്ധിച്ചതായും പരാതി ഉയർന്നിരുന്നു. റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്നോ എന്ന വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. സീൽ ന്യൂസ്, ചെറുകുന്ന്. വർദ്ധിച്ചുവരുന്ന ദളിത് പീഡനങ്ങൾക്കെതിരെ ചിത്രം വരച്ചും തുടികൊട്ടിപ്പാടിയും പ്രതിഷേധം. പുലിയൻ സമുദായ സംരക്ഷണ സമിതിയാണ് പഴയങ്ങാടിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. വർദ്ധിച്ചുവരുന്ന ദളിത് പീഡനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാടായി പുലിയൻ സമുദായ സംരക്ഷണ സമിതി പ്രതിഷേധ ജ്വാല തീർത്തത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദളിത് വിഭാഗങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. ദളിത് വിഭാഗങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും ഭരണാധിവർഗം മൗനം പാലിക്കുകയാണ്. പോലീസും നിയമവ്യവസ്ഥിതിയും നിശ്ചലമാണെന്നും ഇവർ പറയുന്നു. രാജൻകുട്ടി കീഴറ ഉദ്ഘാടനം ചെയ്തു. ശ്രീജിത്ത് ശ്രീധർ മാട്ടൂൽ, റെനീഷ് രവി പുതിയവളപ്പ എന്നിവർ കൂറ്റൻ ക്യാൻവാസിൽ പ്രതിഷേധ ചിത്രങ്ങൾ വരച്ചു. ബാബു കുതിരുമൽ, സി പുരുഷോത്തമൻ, മധുമാടൻ, രമേശ് തളിയിൽ, സന്തോഷ് മൂലക്കിൽ, നിരിച്ചൻ ബാലകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, ചെറുകുന്ന്. പാമ്പുകളിൽ രാജാധിരാജനാണ് രാജവെമ്പാല. എല്ലാ തരത്തിലും വ്യത്യസ്തതയുടെ വീരൻ. തന്റെ ആഹാരകാര്യത്തിലും പ്രത്യേകത നിർബന്ധം. രാജാവ് ആഹാരം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
കാണാം പറശ്ശിനിക്കടവ് പാമ്പ് വളർത്ത് കേന്ദ്രത്തിൽ നിന്നും. പെരുന്നാൾ ദിനത്തിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു. വൈകുന്നേരം 4 മണിയോടെയാണ് രാജവെമ്പാലയ്ക്ക് ഇര നൽകിയത്. 2.5 മീറ്റർ നീളമുള്ള വലിയ ചേരയെയാണ് ഭക്ഷണമായി നൽകിയത്. ചേരയുമായി കൂട്ടിനുള്ളിലെത്തിയപ്പോഴേക്ക് 3 എണ്ണത്തിൽ നിന്ന് 1 ഇരപിടിക്കാനായി തയ്യാറെടുത്തിരുന്നു. ആദ്യം ഇരയുടെ കഴുത്തിന് പിടിച്ചു, പിന്നെ മെല്ലെ മെല്ലെ അകത്തേക്ക്. 7 മുതൽ 10 ദിവസം വരെയുള്ള ദിവസങ്ങളിലാണ് ഭക്ഷണം നൽകുന്നത്. നാഗരാജാവ് ഇരപിടിക്കുന്നത് കാണാൻ 100 കണക്കിന് ആൾക്കാരാണ് എത്തിയിരുന്നത്. ഫോറസ്റ്റ് ക്വിക്ക് റെസ്പോൺസ് ടീം അംഗം റിയാസ് മാങ്കടവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം. സാധാരണ ഇതിൽ കിങ് കോബ്ര രാജവെമ്പാല ആഴ്ചയിൽ ഒരു തവണ വെച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിന്റെ ഭക്ഷണം മറ്റു പാമ്പുകളും പ്രധാനമായിട്ട് നമ്മൾ ഇവിടുന്ന് ചേരയെ തന്നെയാണ് കൊടുക്കുന്നത്. ആഴ്ചയിൽ ഒരു ചേര തിന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബാക്കി ഒരു 4-5 ദിവസം വേണം അത് ശരിക്കും ഡൈജഷനായി വരാൻ വേണ്ടിയിട്ട്. പാമ്പുകളെ മാത്രം ഭക്ഷിക്കുന്ന പാമ്പാണ് രാജവെമ്പാല. അതുകൊണ്ടാണ് അതിനെ ഒഫിയോഫാഗസ് ഹന്ന എന്ന ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നത്. നമുക്കിവിടെ ഇപ്പോൾ ഉള്ള രാജവെമ്പാലയ്ക്ക് ഇതുപോലെ ആഴ്ചയിൽ 1 വെച്ച് കൊടുക്കും. ചില സമയം ഒരു 4-5 തുടർച്ചയായ തവണയുള്ള കഴിക്കലിന് ശേഷം ചിലപ്പോൾ 1 മാസമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കാറുണ്ട്. അതുപോലെ ഇതിന്റെ പടം പൊളിക്കുന്ന സമയമുണ്ട്, ഉപ്പുളി പൊളിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മോൾട്ടിംഗ് ടൈം എന്ന് പറയും. അതൊരു 45 ദിവസത്തിലൊരു തവണ. ആ സമയത്ത് ആ പടം പൊളിക്കാനാകുമ്പോൾ പാമ്പിന്റെ കണ്ണിനൊക്കെ ചെറിയ ഒരു കവറിങ് വരികയും ആ സമയത്തും ഭക്ഷണം കഴിക്കാതിരിക്കാറ്. ബാക്കി സമയങ്ങളിൽ സാധാരണ ആഴ്ചയിൽ 1 ദിവസം വെച്ചാണ് ഭക്ഷണം. പ്രധാനമായിട്ട് ചേര, പിന്നെ മറ്റു പാമ്പുകളെ മൂർഖൻ, അതുപോലെ എല്ലാ പാമ്പുകളെയും രാജവെമ്പാല ആഹാരം. ഇവിടെ നമുക്ക് ഇവിടെ വലിയ പാമ്പുകൾ 3 എണ്ണം ഉണ്ട്. വലിയ മെയിൽ രാജവെമ്പാല 3 എണ്ണം നമ്മുടെ ഈ കൂട്ടിലുണ്ട്. അതിലൊന്നിനാണ് ഇപ്പൊ നമ്മൾ ബ്രീഡ് ചെയ്തത്. അതിൽ വലിയതിൽ 2ാമത്തേതിനാണ് നമ്മൾ ബ്രീഡ് ചെയ്തത്. സീ ന്യൂസ് ധർമ്മശാല. ഗതാഗത യോഗ്യമായ റോഡില്ലാത്തതിനാൽ ഏറെ ദുരിതം അനുഭവിക്കുകയാണ് ആലക്കോട് പെരുനിലം കോളനിയിലെ 35ഓളം കുടുംബങ്ങൾ. കുണ്ടും കുഴിയുമായ റോഡിൽ കൂടി കാൽനടയാത്ര പോലും ദുഷ്കരമായിട്ടും അധികൃതർ കണ്ണു തുറക്കുന്നില്ല. ഇത് ആലക്കോട് പഞ്ചായത്തിലെ പെരുനിലം 4 സെന്റ് കോളനിയിലേക്കുള്ള റോഡാണ്. പേരിന് റോഡുണ്ട് എന്നല്ലാതെ ഇതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് യാതൊരു പ്രയോജനവുമില്ല. 35ഓളം സാധാരണക്കാരായ തൊഴിലാളി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് അധികൃതരുടെ അവഗണനയിൽ ഇത്തരത്തിൽ കിടക്കുന്നത്. കോളനിക്ക് 30 വർഷത്തിലധികം പഴക്കമുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളിൽ അവശ്യം വേണ്ട നല്ല റോഡ് എന്നത് ഇവർക്ക് ഇന്നും സ്വപ്നം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മോഹന വാഗ്ദാനങ്ങളുമായി രാഷ്ട്രീയ പാർട്ടിക്കാർ വരുന്നതൊഴിച്ചാൽ പിന്നീട് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. നമ്മളിവിടെ വന്നിട്ട് ഇപ്പൊ 27 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെയായിട്ടും ഈ റോഡ് പല ആൾക്കാർ വന്നിട്ട് പോലും കൂടി ഈ റോഡ് ഒരു നല്ല രീതിയിൽ ആക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒരസുഖങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് റോഡിലോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം പോലും ഇല്ല. മഴക്കാലമായതോടെ റോഡ് കുണ്ടും കുഴിയുമായി കാൽനട യാത്രയ്ക്ക് പോലും പറ്റാത്ത അവസ്ഥയിലാണ്. കോളനിയിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ എടുത്തുകൊണ്ടു പോവുകയേ നിവൃത്തിയുള്ളൂ. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ തൊഴിലാളി കുടുംബങ്ങൾ. സീ ന്യൂസ് ആലക്കോട്. ജലനിധി പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കാൻ ലക്ഷങ്ങൾ മുടക്കി ടാറിംഗ് നടത്തിയ റോഡ് വെട്ടിപ്പൊളിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ആലക്കോട് നെല്ലിപ്പാറ ബൈപ്പാസ് റോഡിലാണ് ടാറിംഗ് നടത്തി ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് തന്നെ റോഡ് വെട്ടിപ്പൊളിച്ചത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം വർഷങ്ങളായി ദുഷ്കരമായിരുന്നു. തുടർന്ന് മാസങ്ങൾക്ക് മുമ്പാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. ടാറിംഗ് കഴിഞ്ഞതോടെ ജലനിധി പദ്ധതിയുടെ പേരിൽ റോഡ് വെട്ടിപ്പൊളിക്കുന്നത് വ്യാപക പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. കുഴിയെടുത്തതോടെ തൊട്ടടുത്ത അങ്കണവാടിയിലെ കുട്ടികൾ വരെ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നു പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ജലനിധിയുടെ ഇതെടുത്തപ്പോൾ തന്നെ ഈ റോഡ് മുഴുവൻ ഒലിച്ചു പോയി. നമുക്കൊന്നും നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. കുട്ടികൾ അങ്കണവാടി തന്നെ കുട്ടികൾ പോകുമ്പോൾ തന്നെ പലരും വീണിട്ടൊക്കെയാണ് ഇവിടുന്ന് പോകുന്നത്. പൊതുവിൽ പാതകൾ വെട്ടിപ്പൊളിക്കാൻ സ്പെഷ്യൽ പെർമിഷൻ വേണം. ഇങ്ങനെ അനുവാദം നേടി പാത പൊളിച്ച് പ്രവൃത്തി കഴിഞ്ഞാൽ ടാറിംഗ് നടത്തി പൂർവ്വസ്ഥിതിയിലാക്കണം. എന്നാൽ ഈ മാനദണ്ഡങ്ങളൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കുഴിയെടുത്ത ഭാഗം താഴുന്നത് അപകടത്തിന് കാരണമാകുന്നുണ്ട്. ഇത്തരത്തിൽ റോഡ് വെട്ടിപ്പൊളിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. സീ ന്യൂസ് ആലക്കോട്. പഴയങ്ങാടി പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ തൂണുകളിലെ കോൺക്രീറ്റുകൾ ഇളകി കമ്പികൾ പുറന്തള്ളി. പാലം അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തം. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പഴയങ്ങാടി പാലം അപകടാവസ്ഥയിലായിട്ട് കാലങ്ങളേറെയായി.
തൂണുകളുടെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ തുരുമ്പെടുത്ത് തുടങ്ങിയിരിക്കുന്നു. കോൺക്രീറ്റ് പില്ലറുകൾ അടിച്ചു താഴ്ത്തിയാണ് പാലം നിർമ്മിച്ചത്. മിക്ക തൂണുകൾക്കും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ പാലത്തിന് മുകളിലെ സ്ലാബ് തകർന്നിരുന്നു. തകർന്ന ഭാഗത്ത് സ്ലാബുകൾ മാറ്റുക മാത്രമാണ് അധികൃതർ ചെയ്തത്. അന്ന് സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥരോട് നാട്ടുകാർ പാലത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിരുന്നു. പാലം പുതുക്കിപ്പണിയുകയോ അറ്റകുറ്റപ്പണി നടത്തുകയോ ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ മുമ്പാകെ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇതേവരെ യാതൊരു പ്രവൃത്തിയും നടത്തിയില്ല. KSTP റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ഭാരം കയറ്റിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി കടന്നുപോകും. തൊട്ടടുത്ത് 2 റെയിൽവേ പാലം കൂടി ഉള്ളതിനാൽ പുഴയുടെ ഒഴുക്ക് വർദ്ധിക്കുന്നതിനും അപകട സാധ്യത ഇരട്ടിയാക്കുകയും ചെയ്യുന്നു. പാലത്തിന്റെ വീതിക്കുറവും നടപ്പാതയില്ലാത്തതും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. പാലത്തിനുള്ള പിയർ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സേഫ്റ്റി വണ്ണം കാണുന്ന മാതിരിയുള്ളതല്ല. അതിനടിയിലുള്ള സ്ഥിതി വെള്ളവിധാനത്തിൽ അടിച്ചത് ഇതാണ് പിയർ. അതിന് മേലെയാണ് ഈ കെട്ടിയിട്ടുള്ള ചതുരായിട്ട് കാണുന്നത്. പിന്നെ സ്ക്വയറായിട്ട് ഇങ്ങനെ ഈ ഭീമായിട്ട് കാണുന്ന പാലം. മുൻപാണെങ്കിൽ ഈ പാലം മതിയായിരുന്നു. ഇപ്പോഴും ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകുന്നുണ്ട്. യാത്രക്കാർക്ക് സൗകര്യം ചെറിഞ്ഞു കൊടുക്കാനും നടന്നു പോകാനുള്ള വഴി യാത്ര സൗകര്യമില്ല. ഒരു ഫുട്പാത്തില്ല. അങ്ങനെയുള്ള വിഷമങ്ങൾ നല്ലോണം ഉണ്ട്. പഴയങ്ങാടി പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തി യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാണ് പൊതുജനാഭിപ്രായം. സീൽ ന്യൂസ്, ചെറുകുന്ന്. പെൺകരുത്തിൽ ശ്രീകണ്ഠാപുരം ചുഴലിയിൽ വീണ്ടും നിർമ്മിച്ചത് 18 കോൽ ആഴമുള്ള കിണർ. ചുഴലി കൊളത്തൂരിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കിണർ നിർമ്മിച്ചത്. 18 ദിവസം കൊണ്ടാണ് കിണർ നിർമ്മാണം പൂർത്തിയാക്കിയത്. ചുഴലിയിൽ ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് 18 കോൽ ആഴത്തിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ചെങ്ങളായി പഞ്ചായത്തിലെ 3-ാം വാർഡായ കൊളത്തൂരിലെ PP ജയശ്രീയുടെ വീട്ടിലെ കിണറിൽ വെള്ളം കണ്ടതോടെയാണ് നിർമ്മാണത്തിൽ ഏർപ്പെട്ട സ്ത്രീ കൂട്ടായ്മയ്ക്ക് സന്തോഷവും ആശ്വാസവുമായത്. കിണറിന്റെ പകുതി വരെ പടവുകൾ വെച്ച് മനോഹരമായി നിർമ്മിച്ച കിണറിന്റെ ശില്പികൾ പൂർണ്ണമായും ഈ സ്ത്രീകൾ തന്നെയാണ്. 21 പേരടങ്ങുന്ന സംഘമാണ് കിണർ നിർമ്മാണത്തിൽ പങ്കാളികളായത്. ഇനിയും ആവശ്യക്കാർക്ക് കിണർ നിർമ്മിച്ചു കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പിലും ആത്മവിശ്വാസത്തിലുമാണ് ഈ സ്ത്രീ കൂട്ടായ്മ. സീൽ ന്യൂസ്, ശ്രീകണ്ഠപുരം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പരിസര വിഷയ സമിതി മഴവെള്ളം കുടിവെള്ളം വിഷയത്തിൽ കണ്ണൂരിൽ ശില്പശാല നടത്തി. കണ്ണൂർ പരിഷത്ത് ഭവനിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. മഴവെള്ളം ശാസ്ത്രീയമായി ശേഖരിച്ച് കിണറിലേക്ക് റീചാർജ് ചെയ്യുന്നതിന്റെ സാങ്കേതിക കാര്യങ്ങളിലാണ് പരിശീലനം നൽകിയത്. ആഗോളതാപനവും കാലം തെറ്റുന്ന കാലാവസ്ഥയും വിഷയത്തിൽ TV നാരായണൻ ക്ലാസ് എടുത്തു. കിണർ റീചാർജിംഗ് സാങ്കേതിക വിദ്യകൾ വിഷയത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിത്യപ്രകാശ് ക്ലാസ് എടുത്തു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. PP സുനിൽ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തളിപ്പറമ്പ് ഏരിയ സമ്മേളനം 9, 10 തീയതികളിൽ പറശ്ശിനിക്കടവിൽ നടക്കും. 310 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 11ാം ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് ഏരിയ സമ്മേളനം ജൂലൈ മാസം 9, 10 തീയതികളിൽ പറശ്ശിനിക്കടവിൽ നടക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും സംഘടിത ശക്തമായ മഹിളാ പ്രസ്ഥാനങ്ങളുടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 3 വർഷം കൂടുമ്പോഴാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. തളിപ്പറമ്പ് ഏരിയക്കകത്ത് 41,063 മെമ്പർഷിപ്പാണുള്ളത്. ആ മെമ്പർഷിപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 310 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. 9 രാവിലെ 10 മണിക്ക് പറശ്ശിനിക്കടവ് സ്കൂളിലെ P. കല്യാണി ടീച്ചർ നഗറിൽ നടക്കുന്ന സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം സൂസൻ കോടി ഉദ്ഘാടനം ചെയ്യും. 218 യൂണിറ്റുകളിൽ നിന്നായി 310 പ്രതിനിധികൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ MV ജനാർദ്ദനൻ, PK ശ്യാമള, ഓമന മുരളീധരൻ, O. സുഭാഗ്യം, M. സാവിത്രി എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. വോക്ക് കീഴറിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചു. കീഴറ NSS കുളത്തിൽ നടന്ന പരിശീലനം K. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 8 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. ഇതിനായി കുളം ശുചീകരിച്ച് പരിശീലനത്തിന് തയ്യാറാക്കുകയും ചെയ്തു. ആൺകുട്ടികളും പെൺകുട്ടികളുമടക്കം 70ഓളം കുട്ടികൾ പരിശീലനത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് K. രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. K. പ്രകാശൻ, TK അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. ജലഭീതിയല്ല ജാഗ്രതയാണ് ആവശ്യം എന്ന മുദ്രാവാക്യവുമായി DYFയുടെ നേതൃത്വത്തിൽ സൗജന്യ നീന്തൽ പരിശീലനം നടന്നു. ഇരിക്കൂർ ബ്ലാത്തൂർ പള്ളിക്കുളത്തിലാണ് നീന്തൽ പരിശീലനത്തിന് തുടക്കമായത്. മലയോരത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ 6ഓളം ജീവനുകളാണ് പുഴയിൽ പൊലിഞ്ഞത്.
ഈ സാഹചര്യം കണക്കിലെടുത്ത് കുട്ടികളെ നീന്തൽ അഭ്യസിപ്പിക്കുക, പുഴയിൽ ഇറങ്ങാനുള്ള ഭീതി അകറ്റുക എന്നതാണ് ജലസൗഹൃദ ക്യാമ്പയിനിലൂടെ ഡിവൈഎഫ്ഐ ലക്ഷ്യമിടുന്നത്. പരിശീലനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മേഖലാതല ഇൻസ്ട്രക്ടർമാർക്കുള്ള ക്ലാസും നടത്തി. ഡിവൈഎഫ്ഐ ശ്രീകണ്ഠാപുരം ബ്ലോക്ക് തല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് നിർവഹിച്ചു. ചടങ്ങിൽ ഷിനോജ്, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. UFR നാഷണൽ റെക്കോർഡ് ജേതാവ് ചാൾസ് ഏഴിമലയാണ് നീന്തൽ പരിശീലനം നൽകിയത്. സി ന്യൂസ്, ശ്രീകണ്ഠാപുരം. അരോളി BTR വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K നാരായണൻ സമ്മാനദാനം നടത്തി. അരോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC +2 വിഭാഗത്തിൽ ഉന്നത വിജയം നേടിയവരെയാണ് അനുമോദിച്ചത്. N ഉണ്ണിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ശിവപ്രകാശ്, N ശ്രീരഞ്ജ് എന്നിവർ സംസാരിച്ചു. സി ന്യൂസ്, ധർമ്മശാല. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആത്മചൈതന്യത്തിന്റെ നിറവിൽ 30 രാപ്പകലുകൾക്കൊടുവിൽ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന നിസ്കാരത്തിൽ പങ്കെടുത്തത് നിരവധി പേർ. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നത് അനിശ്ചിതത്വത്തിൽ. മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നയപരമായ തീരുമാനം എടുത്തിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും തിരിച്ചടിയായി. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് വളർത്തുനായ്ക്കളെ ഉപേക്ഷിക്കുന്നത് പതിവാകുന്നു. ഭീതിയും ദുരിതവും വിട്ടൊഴിയാതെ നാട്ടുകാരും കച്ചവടക്കാരും തീർത്ഥാടകരും. നായ്ക്കളെ ഉപേക്ഷിക്കുന്നവരെ കണ്ടെത്താൻ സ്ക്വാഡ് രൂപീകരിച്ച് നാട്ടുകാർ രംഗത്ത്. നാഗരാജാവിന്റെ ഇരപിടുത്തം ആശ്ചര്യജനകം. പറശ്ശിനിക്കടവ് പാമ്പു വളർത്ത് കേന്ദ്രത്തിൽ രാജവെമ്പാലയുടെ ഇരപിടുത്തം കാണാൻ എത്തിയത് നൂറുകണക്കിന് ആളുകൾ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.